ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം എത്ര വലിയവനാണ്, എത്ര നല്ലവനാണ്. കാരണം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ ഇന്നലെ പറഞ്ഞു ഈ വർഷം അവസാനിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഈ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ this month will be the glorious month. ഓരോ ദിവസവും ഈച്ച് ആൻഡ് എവ്രി ഡേ വിൽ ബി ഗ്ലോറിയസ് ഡേയ്സ് എന്ന് പറഞ്ഞ് ബ്രദർ ഡാമിൻ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകമായ കരുതൽ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാനും കൂടുതൽ സമയം പ്രാർത്ഥനയിലും വചന ധ്യാനവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കാനൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സമയം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ കർത്താവിന് നന്ദി പറയാൻ ഈ വർഷം കർത്താവ് നടത്തി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ഭൂമിയിലില്ല, മണ്ണിന് താഴെയായിപ്പോയി. പക്ഷെ കർത്താവ് ഇന്ന് ജീവനോടെ നമ്മളെ നിർത്തിയിരിക്കുക. കർത്താവിന് നന്ദി പറയാനും അവന് സ്തോത്രം പറയാനുമായിട്ട് ഇനിയുള്ള ശേഷിച്ച ദിവസങ്ങൾ ദയവായി ഉപയോഗിക്കുക എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും സ്നേഹപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. കർത്താവ് അതിനുവേണ്ടി എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത് ഷിക്കാഗോയിൽ നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, മകന്റെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ ദൈവിക ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും നിറഞ്ഞു വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരം മാറട്ടെ കർത്താവെ, സാമ്പത്തിക വിടുതൽ ലഭിക്കട്ടെ കർത്താവെ, സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാകട്ടെ, ദൈവ പദ്ധതികൾ ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ്, ഈ വരുന്ന 31-ാം തീയതി രാത്രി 10 മണിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ആരാധന, പുതുവത്സര ആരാധന കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ മറ്റ് ചില ബ്ലെസ്സിംഗ് ടുഡേ സഭകളിൽ കൂടി അത് നടക്കുന്നുണ്ട്. എന്നാൽ കൊച്ചിയിൽ അതിലേക്ക് വേണ്ടി ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ യേശു കർത്താവിനോടൊപ്പം അവന് കൈ കൊടുത്തുകൊണ്ട്, അവൻ്റെ കൈ കൂടെ ചേർന്ന് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള പാരൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം, നമ്മുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാതൃകാപരമായ ഒരു കാര്യമാണ് ആ ആരാധനയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അന്ന് രാത്രിയിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. കാരണം കുട്ടികൾ മനസ്സിലാക്കണം, ഒരു 1-ാം തീയതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതുവത്സരത്തിലേക്ക് കയറി വരുമ്പോൾ ലോകത്തിന്റെ ചില പാറ്റേണുകളുണ്ട്. അങ്ങനെ 1-ാം തീയതി ആഘോഷിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു പുതുവത്സരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മാതൃക കാണിച്ചു കൊടുക്കാം. കർത്താവ് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. വാട്ട് ഈസ് വർഷിപ്പിംഗ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്, ആത്മാവിലുള്ള ആരാധന എന്താണ് എന്ന് ചോദിക്കുന്ന അതിശക്തമായിട്ടുള്ള, അത് പഠിപ്പിക്കുന്ന അതിശക്തമായൊരു സന്ദേശം. വേഗത്തിൽ ആ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ ഒരു പുതിയ വളരെ ആവേശം കൊള്ളിക്കുന്ന ഒരു ടോപ്പിക് തുടങ്ങി വച്ചിരിക്കുകയാണ്. ഹൗ ടു വർഷിപ്പ് ഗോഡ്, ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. ഞാനതിൽ ഇന്നലെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെന്ന ബൈബിൾ പഠന സഹായി, ഇതിൽ നിന്ന് അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ചില കാര്യങ്ങളും എന്നാൽ അതിനപ്പുറത്ത് കുറേ കാര്യങ്ങളും കൂടെ ചേർത്താണ് ഈ ദിവസങ്ങളിലെ മോർണിംഗ് ഗ്ലോറിയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കഴിവതും എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ആമസോണിൽ ഒന്ന് നോക്കുക, ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എല്ലാം അവൈലബിൾ ആണ്. ദയവായി നിങ്ങളൊന്ന് നോക്കുക. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു,
ആരാധന എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ഇൻ അതർ വേർഡ്സ്, ദ പ്രൈമറി പർപ്പസ് ഓഫ് ക്രിയേഷൻ ഈസ് ടു വർഷിപ്പ് ഹിം. അപ്പം അതും ചെയ്യുന്നില്ലെങ്കിൽ തന്നെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം തന്നെ തെറ്റി. ഇന്നിപ്പോൾ ഭൂമിയിലുള്ള 800 കോടി മനുഷ്യരിൽ എത്ര പേർ ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നുണ്ട്? അറിയാവുന്ന രീതിയിൽ പലരും അവരുടെ മതപരമായ ടീച്ചിങ് അനുസരിച്ച് അവരുടെ വിശ്വാസപ്രകാരം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഏത് ദൈവത്തിന് പോകുന്നു, എങ്ങനെ പോകുന്നു, അവർക്ക് തന്നെ അറിയില്ല എങ്ങോട്ട് അത് പോകുന്നു. പക്ഷേ ഒരു മതപരമായ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അതൊന്നുമല്ല ആരാധന. ഈ സകല സൃഷ്ടികളുടെയും പ്രഥമ കർത്തവ്യമാണ് ആരാധന എന്നതിനപ്പുറത്ത് നാം വീണ്ടെടുക്കപ്പെട്ടത്, നാം രക്ഷിക്കപ്പെട്ടത് സത്യദൈവത്തെ അറിഞ്ഞതുപോലും ആരാധിക്കാനാണ്. അതിൻ്റെ ഒരു നിഴലാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് അവരെ ഈജിപ്തിൽ നിന്ന് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ അനേക പ്രാവശ്യം ഫറവോനോട് ആവർത്തിച്ച് പറഞ്ഞത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടേക്കാം. എൻ്റെ ജനം മരുഭൂമിയിൽ ചെന്ന് യാഗം കഴിക്കേണ്ടതിന്, മരുഭൂമിയിൽ എന്നെ ആരാധിക്കേണ്ടതിന് അവരെ വിട്ടേക്കാം. അപ്പോൾ ഫറവോൻ വിടാതിരുന്നു. പിന്നെ 10 ബാധകൾ വരുത്തിയ ഓരോ ബാധകൾ കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. പിന്നെ വീണ്ടും വീണ്ടും പലതും ചെയ്തു. അവസാനം പറഞ്ഞു, എന്നാൽ പുരുഷന്മാർ മാത്രം പോയിട്ട് പോകാം. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ മൃഗങ്ങളൊക്കെ ഇവിടെ നിൽക്കട്ടെ, കുട്ടികളൊക്കെ ഇവിടെ നിൽക്കട്ടെ, സ്ത്രീകൾ ഇവിടെ നിൽക്കുക. ഇതിൻ്റെ പല ഓപ്ഷൻസ് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അവസാനം കർത്താവ് കടിഞ്ഞൂൽ സംഹാരത്തിലൂടെ കൊട്ടാരം മുതൽ കുടിൽ വരെ ഉള്ള എല്ലാ സീമന്ത പുത്രന്മാരും എവിടെ ഇസ്രായേൽ ജനത്തിനിടയിൽ അവർ വധിക്കപ്പെട്ട്, ഇപ്പുറത്താണെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി അവരുടെ പെസഹാചരണത്തിലൂടെ സംഹാരദൂതൻ ഒഴിഞ്ഞുപോയി. അത്ഭുതകരമായി ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ വാളെടുത്ത് യുദ്ധം ചെയ്യാതെ, ബോംബ് പൊട്ടിക്കാതെ, ഒന്നും ചെയ്യാതെ ഒരു രാജ്യം ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് ഇതിൻ്റെ അകത്ത് 2 രാജ്യങ്ങൾ കിടക്കുകയാണ്. ഒന്ന് വെളിച്ചത്തിൻ്റെ രാജ്യം, ഒന്ന് ഇരുളിൻ്റെ രാജ്യം. അവിടെ നിന്ന് പാറിച്ചെടുത്ത് മരുഭൂമിയിൽ കൊണ്ടുവന്നു. അവിടെ അവർ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, ദാറ്റ് വാസ് ദ മെയിൻ പർപ്പസ്. എന്നിട്ട് അവർക്കൊരു സ്വന്തമായ ഭൂമിയും സ്വന്തമായ രാജ്യവും കർത്താവ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആരാധനയിലൂടെയാണ് ഒരു സ്വന്തം രാജ്യത്ത് വിടുവിക്കപ്പെട്ടവർ, വീണ്ടെടുക്കപ്പെട്ടവർ, രക്ഷിതഗണം എത്തിച്ചേരേണ്ടത് എന്ന ഒരു സന്ദേശം കൂടി അവിടെ ഉണ്ട്. ഇനി യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ചെയ്ത പരിപാടി ആരാധനയുടെ സ്റ്റൈലെ മാറ്റിക്കളഞ്ഞു. അതുവരെ കൈകൾ കൊണ്ടും ശരീരം കൊണ്ടും കായികമായുള്ള പ്രവൃത്തികളിലൂടെയുള്ള ആരാധനയായിരുന്നെങ്കിൽ യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. ഇനി ആത്മാവിലും സത്യത്തിലുമുള്ള ഒരു ആരാധനയുടെ പുതിയൊരു രീതി ഞാൻ തുടങ്ങുകയാണ്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. പിതാവ് ഇന്ന് ലോകം മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യ നമസ്കാരികളെയാണ്, അല്ലെങ്കിൽ സത്യ ആരാധകരെയാണ്. സോ ഇന്നലെ നമ്മൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, എന്നെ കർത്താവ് സത്യ ആരാധനക്കാരനാക്കി, സത്യ നമസ്കാരിയാക്കി എന്നെ മാറ്റണമേ. അത് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹമാണെങ്കിൽ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മെടഞ്ഞുണ്ടാക്കപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ വലിയ വെളിച്ചം നൽകാൻ പോവുകയാണ്. പുതിയ നിയമത്തിൻ്റെ എല്ലാ ശുശ്രൂഷയും കൈകൾ കൊണ്ടുള്ള ശുശ്രൂഷയല്ല. അപ്പോസ്തലപ്രവൃത്തിയിൽ 17 അത് പറയുന്നുണ്ട്, 24 മുതൽ വായിക്കുമ്പോൾ. കൈകൾ കൊണ്ടുള്ള ആലയങ്ങളിൽ പോലും അവൻ വസിക്കുന്നില്ല. മനുഷ്യൻ്റെ കൈകൾ കൊണ്ടുള്ളതല്ല, ദൈവത്തിൻ്റെ കരവിരുതായത്, അതിൽ നിന്നാണ് അവൻ പുകഴ്ച വെച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ സി പാർട്ടിൽ എന്താണ് ആരാധന എന്ന് കൊടുത്തിട്ടുണ്ട്. ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന പുതിയ നിയമത്തിലെ യഥാർത്ഥ ആരാധന. യോഹന്നാൻ 4:23, ഫിലിപ്പ് ലേഖനം 3:3 അവിടെ പറയുന്നുണ്ട്, നാം ആണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ, ജഡത്തിൽ പ്രശംസിക്കാതെ ക്രിസ്തുവിൽ പ്രശംസിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന നാം ആണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആരാധന ഒരു ചടങ്ങല്ല, ആരാധന ഒരു അടിയന്തരമല്ല, ആരാധന ഒരു സംഭവമല്ല, ഒരു മീറ്റിംഗ് അല്ല. പ്രാർത്ഥനാ ജീവിതം പോലെ തന്നെ അതൊരു ജീവിത ശൈലിയാണ്. എന്ന് വെച്ചാൽ ലൈഫ് കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ഒന്നാണ് അൾട്ടിമേറ്റ്ലി.
യഥാർത്ഥ ആരാധന സ്വർഗീയ അന്തരീക്ഷത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പുതിയ നിയമത്തിൽ ആരാധനയുടെ ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവന്ന ഒരു വചനമാണ് യോഹന്നാൻ 4:24. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നു. അപ്പം അങ്ങനെയെങ്കിൽ അവിടെ പറയുന്ന ഈ സത്യത്തിലുള്ള ആരാധനയോ ആത്മാവിലുള്ള ആരാധന എന്താണ്? എനിക്ക് തോന്നുന്നില്ല ഇന്നും സഭകളിലുള്ള രക്ഷിതഗണമെന്നറിയപ്പെടുന്ന, വീണ്ടെടുക്കപ്പെട്ടു എന്നറിയപ്പെടുന്ന, വീണ്ടും ജനിച്ചു എന്നറിയപ്പെടുന്ന ഒത്തിരി പേർക്കും യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ആരാധന എന്താണ്, സത്യത്തിലുള്ള ആരാധന എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല. പലപ്പോഴും ചിന്തിക്കുന്നത് വേർപെട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്ന് കൈകൊട്ടി പാടിയാലായി എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമുക്ക് നോക്കാം. ദൈവം ആത്മാവാകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് സ്പിരിറ്റ്. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ? ദൈവം ആത്മാവാകുന്നു. ഇതൊരു എലിമെൻ്ററി ബേസിക് ഫൗണ്ടേഷണൽ ഫാക്റ്റാണ്. ദൈവം ആത്മാവാകുന്നു. ഈ കോൺസെപ്റ്റ് ആദ്യം അകത്ത് വേണം. ദൈവം ഒരു പർവ്വതമല്ല, ദൈവം ഒരു ഗ്രഹമല്ല, ദൈവം ഒരു നക്ഷത്രമല്ല, ദൈവം വായുവല്ല, ദൈവം തീയല്ല, കാറ്റല്ല, വൃക്ഷമല്ല, മൃഗജാലങ്ങളല്ല, മനുഷ്യനല്ല. ദൈവം ആത്മാവാകുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവം ആത്മാവാകുന്നു. ഈ സത്യം ഞാനിങ്ങനെ ഈ വചനത്തിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ തന്നെ ഇരുൾ മുഴുവൻ ശിഥിലമായി വിട്ടുപോവുകയാണ്. കാരണം പല പല വിശ്വാസ രീതികൾ നമ്മളെ പഠിപ്പിച്ചു വെച്ചത് ദൈവത്തിൻ്റെ രൂപം ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപം മുമ്പിൽ ഒരു കൊത്തി ഉണ്ടാക്കി വെക്കുക, അതിനെ കണ്ട് അതിനോട് സംസാരിക്കാൻ. നോ, ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. എന്ന് വെച്ചാൽ ദൈവത്തിനൊരു ആത്മീയ സ്വരൂപമാണുള്ളത്. അത് കല്ലുകൊണ്ടോ മണ്ണ് കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഓയിൽ പെയിൻറ് കൊണ്ടോ ഒന്നും ഉണ്ടാക്കി വെക്കാൻ സാധ്യമല്ല. ദൈവം ആത്മാവാകുന്നു. പ്രാഥമികമായി നാമും ശരീരത്തിൽ വസിക്കുന്ന ആത്മീയ ജീവികളാണ്. അതാണ് അടുത്തൊരു വെളിപ്പാട്. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒരു മുഖവും ശരീരവും കൈയും കാലും ഒക്കെ നിങ്ങൾ ഒരു രൂപം കാണുന്നുണ്ട്. ഞാൻ നിങ്ങളെ കണ്ടാലും അതുണ്ട്. അത് ശരീരമാണ്. എന്നാൽ പ്രാഥമികമായി നമ്മൾ ഓരോരുത്തരും ആത്മീയ ജീവികളാണ്. അത് യോഹന്നാൻ 4:24 പറയുന്നത് ദൈവം ആത്മാവാണെന്നും 1 തെസ്സലോനിക്കർ 5:23 പറയുന്നുണ്ട് മനുഷ്യരായ നമ്മൾക്ക് 3 ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്: ആത്മാവ്, പ്രാണൻ, ശരീരം. പ്രൈസ് ഗോഡ്. ആത്മാവാണ് ആദ്യം വരുന്നത്. ആ ആത്മാവാണ്, നമ്മുടെ അകത്തെ ആത്മാവാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതല്ലാതെ ഈ മാംസരക്തങ്ങൾ കൊണ്ടുള്ള കൈയല്ല, കാലല്ല, ഈ ശരീരമല്ല. സോ ആ 2 വചനങ്ങൾ നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. യോഹന്നാൻ 4:24 1 തെസ്സലോനിക്കർ 5:21. അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റിൽ അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ആത്മാവിൽ നിന്നാണ് നാം ദൈവവുമായി ബന്ധപ്പെടേണ്ടത്. ആരാധനയും ഇതിൽ ഉൾപ്പെടുന്നു. 2 ആത്മജീവികൾ തമ്മിൽ സമ്പർക്കം പുലർത്തേണ്ടത് ആത്മമണ്ഡലത്തിലാണ്. രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. ദൈവത്തിൽ നിന്നും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നും അടർന്ന് മാറി ലൈഫ്ലെസ് ആയിട്ട് കിടക്കുകയാണ്. എന്നാൽ വീണ്ടും ജനിച്ച, രക്ഷിക്കപ്പെട്ട എന്ന് വെച്ചാൽ 1 പത്രോസ് 1:23 അനുസരിച്ച് കെടാത്ത ബീജത്താൽ, ഇംപെരിഷബിൾ സീഡ്, കെട്ടുപോകാത്ത വിത്തിനാൽ, നശിച്ചു പോകാത്ത, ദ്രവിച്ചു പോകാത്ത, ലൈഫ് നഷ്ടപ്പെടാത്ത നിത്യമായ വിത്താകുന്ന ദൈവത്തിൻ്റെ വചനം അകത്ത് വീണിട്ട് പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചിട്ട്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 3 മുതൽ 8 വരെ വായിക്കുമ്പോൾ പറയുന്ന വീണ്ടും ജനന അനുഭവത്തിൻ്റെ പ്രോസസ്സ്. അവിടെ പറയുന്ന വെള്ളത്താലും ആത്മാവിനാലും. വെള്ളം കാണിക്കുന്ന വചനത്തെയാണ്, ആത്മാവ് കാണിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവും വചനവും ചേർന്ന് ഒരു വ്യക്തിയുടെ അകത്ത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ വരുന്ന ജീവൻ. അങ്ങനെയാണ് ആ വ്യക്തി വീണ്ടും ജനിച്ചു എന്ന് പറയുന്നത്. നിക്കോദീമോസിനെ ആ രാത്രിയിൽ കുഴക്കി കളഞ്ഞൊരു ബൈബിൾ സ്റ്റഡിയാണ് യേശു എടുത്തത്. ഓൾറൈറ്റ്. അപ്പം അങ്ങനെ വീണ്ടും ജനിച്ച ആത്മീയ ജീവൻ പ്രാപിച്ച വ്യക്തികൾക്ക് സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കാൻ കഴിയും. ഞാൻ അങ്ങ് ഉള്ളത് തുറന്ന് പറയുക, രക്ഷിക്കപ്പെട്ട് അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ വന്ന്
വീണ്ടും ജനിക്കപ്പെട്ട, ബോൺ അഗെയിൻ ആയ, റീബോൺ ആയ, റീബർത്ത് എക്സ്പീരിയൻസ് ഉണ്ടായ ആളുകൾക്ക് മാത്രമേ ആത്മാവിൽ ആരാധിക്കാൻ സാധിക്കൂ. അടിവരയിട്ട് പറയുക. അല്ലാത്തവർ ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ജഡത്തിലായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആത്മാവിലായിരിക്കും, പരിശുദ്ധാത്മാവിലാകയില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ആത്മാവിൽ നിന്നാണ് നാം ദൈവവുമായി ബന്ധപ്പെടേണ്ടത്. ആരാധനയും ഇതിൽ ഉൾപ്പെടുന്നു. ആത്മാവാകുന്ന ദൈവത്തോട് ആത്മാവിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആരാധിക്കുമ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്തത് കേട്ടുള്ളൂ, നാം കർത്താവുമായി ഏകീഭവിക്കുമ്പോൾ നാം അവനുമായി ആത്മാവിൽ ഒന്നാകുന്നു. ഇനി the one who is uniting himself with the Lord, ഒരാൾ കർത്താവുമായിട്ട് ആത്മാവിൽ ഏകീഭവിക്കുമ്പോൾ നാം അവനുമായി ആത്മാവിൽ ഒന്നായിത്തീരുന്നു. 1 കൊരിന്ത്യർ 6:17 അത് പറയുന്നുണ്ട്. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവായി മാറുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ, ചുരുക്കി പറഞ്ഞാൽ സംഭവിക്കുന്നത്, ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ റോമാലേഖനം 10:9 അനുസരിച്ച് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ ഫോർമുല അനുസരിച്ച് ഒരാൾ ഹൃദയത്തിൽ വിശ്വസിച്ച് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മാത്രമല്ല, അവൻ എൻ്റെ സ്വന്തം കർത്താവാണ്, രക്ഷകനാണ്, ദൈവമാണ്, നാഥനാണ്, യജമാനാണ്. ഉള്ളിൽ വിശ്വസിച്ച് വാഗൊണ്ട് പരസ്യമായി ഏറ്റുപറഞ്ഞു. ഈ സമയത്ത് സ്പ്ലിറ്റ് സെക്കൻഡിൽ അയാളുടെ ആത്മാവിനകത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ ആത്മീയ ജീവൻ വന്ന് ആ വ്യക്തി പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ അകത്തെഴുന്നേൽക്കുകയാണ്. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം പെട്ടെന്ന് ചില ആളുകളുടെ മുഖമൊക്കെ അങ്ങ് മാറി സന്തോഷവും സമാധാനവും ലൈഫും അകത്ത് വന്ന്, ഒരു കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ ഇരിക്കുക അതുപോലെ അകത്ത് ഒരു ലൈഫ് ഇങ്ങനെ ജീവൻ തുടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിൽ ചെന്ന അനുഭവമൊക്കെ ഭയങ്കരമായിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു. ലോകം മൊത്തം വെട്ടിപ്പിടിച്ച പോലെയുള്ള സന്തോഷമാണ് അകത്ത് വരുന്നത്. കാരണം സ്വർഗം മൊത്തം കൂടി ഡൗൺലോഡ് ചെയ്ത് അകത്തോട്ട് വന്നു. I was in my soul and in my spirit, I was flooded with joy, heavenly joy. ഭയങ്കരമായിരുന്നു. ഓൾറൈറ്റ്, അപ്പോൾ ആ സമയത്ത് സംഭവിക്കുന്നത്, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി പറ്റിച്ചേർന്ന് ഏകീഭവിച്ചു. We were united with that spirit. അത് ആത്മാവിലേ നടക്കും. 2 ആത്മാക്കൾ തമ്മിൽ യുണൈറ്റഡായി ഏകീഭവിക്കുമ്പോൾ അവിടെ പറയും, നാം അവനുമായ ആത്മാവിൽ ഒന്നാകുന്നു. God and our spirit, the spirit of God and our human spirit became one in the spirit. അവിടെ ഒന്നായി തീർന്നു, അകത്ത് അത് സംഭവിച്ചു. 1 കൊരിന്ത്യർ 6:17 എഴുതിയോ? കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടുക, പിന്നീട് അതെടുത്ത് വായിച്ചാൽ മതി. ആത്മാവിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് മാത്രം എന്ന് അർത്ഥമില്ല, പകരം മനുഷ്യൻ്റെ സർവസ്വവും ആരാധനയിൽ ലയിച്ചു ചേരണം. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആത്മാവിൽ ഇതിങ്ങനെ നടന്നോളും എന്നല്ല ചിന്തിക്കേണ്ടത്. അതാണ് റോമാലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ശരീരം അതിൽ ഇൻവോൾവ് ചെയ്യണം, വികാരങ്ങൾ ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്ന മൈൻഡ്, വിൽ, ഇമോഷൻസ്, മനസ്സ്, ഇച്ഛാശക്തി, വികാരങ്ങൾ, അതുകൂടാതെ നമ്മുടെ ശരീരം, ശരീരഭാഗങ്ങൾ, ശരീരത്തിലെ സകലവും ആണ് റോമാലേഖനം 12:2 ഞാൻ കൂടെ പറയുന്നത്. നമ്മുടെ ശരീരങ്ങൾ ജീവനുള്ള യാഗമായി മാറണം എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ രോമങ്ങൾ തുടങ്ങി, അത് കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വലിയ രോമങ്ങളും തലയിൽ മുടിയൊക്കെ കാണണം. പല ഓർഗനുണ്ട്, അകത്ത് ഓർഗനുണ്ട്, പുറത്ത് ഓർഗനുണ്ട്. എൻ്റെ അകത്തുള്ള ഓർഗൻസ് ഒന്നും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളുടെ അകത്തുണ്ട്. ആ ഓർഗൻസ് ഉൾപ്പെടെ സകല ശരീരഭാഗങ്ങളും, എവ്രി സിംഗിൾ സെൽ ഇൻ അവർ ബോഡി, എവ്രി ഫൈബർ ഇൻ അവർ ബോഡി, എവ്രി ബോൺ മാരോ, സിന്യൂസ്, മസിൽ, മസ്കുലർ സിസ്റ്റം, ഇതെല്ലാം ആരാധനയിൽ പങ്കെടുക്കണം. ഇവിടെയൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിൽ ഒത്തിരി പേരും കത്തീഡ്രൽ ബ്രിങ്ങിങ് അപ്പ് ഉള്ളവരാണ്. അങ്ങനെയുള്ള കാത്തീഡ്രൽ പോലെയുള്ള ഒരു സെറ്റിങ്ങിൽ, അപ്പോൾ അവിടെ
നമ്മളൊരു ദിവ്യമായ ഒരു അന്തരീക്ഷം പോലുള്ളൊരു ഭാഗത്ത് മൗനമായി ഇങ്ങനെ നിന്ന് അവിടെ പാടുന്ന പാട്ടുകളൊക്കെ കേട്ട് ആ ഒരു പ്രത്യേകമായ ഒരു എക്കോയും ഇതൊക്കെ കേട്ട് വളർന്നവരാണ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിന്നിട്ട് പോരാൻ പഠിച്ചവരാ, കണ്ടിട്ട് പോരാൻ പഠിച്ചവരാ. എന്താ കുഴപ്പം? അവിടെ വികാരങ്ങളില്ല, ശരീരം ഇൻവോൾവ് ചെയ്യുന്നില്ല, മനസ്സ് ഇൻവോൾവ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ആരൊക്കെയോ പാടുന്നു. ഇപ്പം അത് എവിടെയും സംഭവിക്കാം. നമ്മളൊരു വർഷിപ്പ് സർവീസ് സൺഡേ മോർണിംഗ്, ഇപ്പം നമുക്കാണെങ്കിൽ ഇവിടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്ററിലേക്ക് വരുവാണെങ്കിൽ 7:45 ഒരു ഹോളിൽ ഇംഗ്ലീഷ് സർവീസും അതേസമയം 7:45 അപ്പുറത്ത് ഹിന്ദി സർവീസും നടക്കുകയാണ്. 9:45 ആകുമ്പോഴേക്കും ബൈലിംഗൽ സർവീസിലേക്ക് കയറും. ഇതിനിടയിൽ യൂത്ത് സർവീസുകൾ നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കുട്ടികളുടെ വർഷിപ്പ് സർവീസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു സൺഡേ. ഫ്രൈഡേ ഉണ്ട്. ഈവനിങ്ങിൽ 7 മണിക്ക് നമ്മുടെ ഫ്രൈഡേ റിവൈവൽ, ഹീലിംഗ് ക്രൂസേഡ് അതൊക്കെ നടക്കുന്നുണ്ട്. മിഡ് വീക്ക് സർവീസ് നടക്കുന്നുണ്ട്. ഇതിലെല്ലാം പാട്ടുകൾ പാടുകയും ആരാധിക്കുകയും എല്ലാം ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക, കൊയർ പാടുന്നു, ചിലർ ഡ്രംസ് അടിക്കുന്നു, ചിലർ ഇവിടെ കീബോർഡ് വായിക്കുന്നു, ഗിറ്റാർ കളിക്കുന്നു, അതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഇങ്ങനെ കണ്ടു പോയി. Did he worship? No. He's a spectator. ഫുട്ബോൾ കളിയിൽ 11 പേരല്ലേ, 2 ടീം അപ്പുറം ഇപ്പുറം നിന്ന് ഫുട്ബോൾ കളിക്കും. ഒരു 65,000 പേര് ഗാലറിയിൽ ഇരിക്കുക. അവരാരും കളിക്കളത്തിൽ ഇറങ്ങുന്നില്ല, പക്ഷേ അവരുടെ ടീമിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിന് പോലുമുള്ള എക്സൈറ്റ്മെൻറ്റും വികാരങ്ങളും എത്ര ഭയങ്കരമാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് പോകുന്ന സമയത്തൊരു ഭയങ്കരമായൊരു ഇരമ്പൽ ശബ്ദമുണ്ട് ക്രൗഡിൻ്റെ. എനിക്കത് കേൾക്കാൻ വയ്യ. അപ്പോൾ ചില സമയത്ത് എൻ്റെ അടുത്ത് ആരെങ്കിലും ഇത് തുറന്ന് അല്ലെങ്കിൽ ടി വിയിൽ വെച്ചുകൊണ്ട് ഈ ഇരമ്പൽ ശബ്ദം എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഫുട്ബോൾ കളിയിൽ ഭയങ്കരമായി പാഷനുള്ള ആൾക്കത് കേട്ടാൽ മതി. അപ്പോൾ ഓരോ ഇതൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഇപ്പോഴത്തെ ചിയർ ഗേൾസ് അതിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര പരിപാടികളാണ്, ഭയങ്കര മേളമാണ്. അപ്പം അവിടെ പോലും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, വികാരങ്ങളുണ്ട്, വികാര പ്രകടനങ്ങളുണ്ട്. അതിവിടെ ഇന്ത്യയുടെയൊക്കെ കളി നടക്കുകയാണെന്ന് ഇവിടെ ഭാരതത്തിൻ്റെ ദേശീയ പതാകയുടെ അല്ലെങ്കിൽ ട്രൈ കളറൊക്കെ വരച്ച് അല്ലെങ്കിൽ അതിൻ്റെ ജേഴ്സികൾ, കൊടി ഇതെല്ലാം പിടിച്ച് എന്നാ പ്രകടനം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, നമ്മൾ മൊത്തമായി നമ്മുടെ വികാരങ്ങളും നമ്മുടെ ശരീരവും സകലവും ഇൻവോൾവ് ചെയ്ത് ആരാധിക്കുന്നില്ലെങ്കിൽ, ഈ ആത്മാവിലെ ആരാധന എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നോളൂ എന്ന് ചിന്തിക്കരുത്. നമ്മളുടെ ടോട്ടൽ ബീയിങ് ഇതിൽ ഇൻവോൾവ് ചെയ്യണമെന്നാണ് ഞാനീ പറയുന്നത്. അടുത്തൊരു പോയിന്റ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആത്മാവ് ആരാധനയിൽ മുഴുകുന്നില്ലെങ്കിൽ നമ്മുടെ പാട്ടും സ്തുതിയും നൃത്തവും എല്ലാം വ്യർത്ഥമായി തീരുന്നു. ഇനി ചിലപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ശരീരം കൊണ്ടൊക്കെ വലിയ ഒച്ചപ്പാടും ബഹളവും ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കും. പക്ഷെ സ്പിരിറ്റ് ഇൻവോൾവ് ചെയ്തില്ല, അപ്പോഴും പോയി. സ്പിരിറ്റ് ഇൻവോൾവ് ചെയ്യുന്നൊന്ന് വിശ്വസിച്ചുകൊണ്ട് ശരീരപ്രകടനങ്ങൾ കൊണ്ട് ആരാധനയാകുന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, ആത്മാവാണ് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഇന്നർ കോർ, നമ്മുടെ അകത്തെ ഏറ്റവും ആഴമേറിയ പാർട്ട് എന്ന് പറയുന്നത് സ്പിരിറ്റാണ്. അവിടെ നിന്നും ഒറിജിനേറ്റ് ചെയ്ത്, അതാണ് നമ്മുടെ ഏറ്റവും അകത്തുള്ള ഇന്നർ ചേംബർ, ഇന്നർ കോർ. അവിടെ നിന്ന് പുറപ്പെട്ട് അതിൻ്റെ അടുത്തതാണ് മനസ്സ്, ഇച്ഛാശക്തി, വികാരങ്ങളെല്ലാം പറയുന്നത് സോൾ പാർട്ട്. അതും ഇൻവോൾവ് ചെയ്ത് ശരീരം കൂടെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ആരാധന, ആത്മാവിലെ ആരാധന എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അവിടെ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6-7 വായിക്കുന്നത് ഇങ്ങനെയാണ്. He replied, Jesus replied, Isaiah was right when he prophesied about the hypocrites, as it is written, these people honor me with their lips, but their hearts are far from me. They worship me in vain. Their teachings are mere human rules. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. യേശയ്യാവ് ഇവരെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ,
കപടഭക്തിക്കാരായിട്ടുള്ളവർ ആരാധിക്കുന്നതിനെക്കുറിച്ച്, ദീസ് പീപ്പിൾ ഓണർ മീ വിത്ത് ദെയർ ലിപ്സ്, വാ കൊണ്ട് അധരങ്ങൾ കൊണ്ട് അവരെന്നെ അതും ഇതൊക്കെ ചെയ്തു, ബട്ട് ദർ ഹാർട്ട്സ് ആർ ഫാർ ഫ്രം മീ, അവരുടെ ഹൃദയങ്ങൾ എന്നെ വിട്ടകന്നിരിക്കും. ദേ വർഷിപ്പ് മീ ഇൻ വെയിൻ, വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. ദർ ടീച്ചിങ്സ് ആർ mere ഹ്യൂമൻ റൂൾസ്, അവരുടെ ഉപദേശമെല്ലാം വെറും മാനുഷികമായ കൽപ്പനകളാണ്. എത്ര ഭയങ്കരമാണത്. ദൈവമക്കളെ ഒന്ന് കേട്ടെ, ഭൂമിയിൽ ലക്ഷക്കണക്കിന് പേർ, കോടിക്കണക്കിന് പേർ ആരാധിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, എന്ത് മെത്തേഡിലാണെന്ന് അറിഞ്ഞുകൂടാ. ഈ പ്രകടനങ്ങൾ പലതും കാഴ്ചവെക്കുമ്പോൾ അതൊരിക്കലും ആരാധനയല്ല. അവർ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. വാ കൊണ്ട് എന്തൊക്കെയോ പറയുന്നു, ഉരുവിടുന്നു, ചാൻറ്റ് ചെയ്യുന്നു, ആവർത്തിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നെങ്കിലും അവർക്ക് അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അവർ ഞാനുമായി ഒരു ബന്ധമില്ല. കർത്താവ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല. എല്ലാവരും എന്ന് പറയും, ഈ അവസ്ഥ എനിക്കുണ്ടാകരുത്. എനിക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ, ഐ വാണ്ട് ടു വർഷിപ്പ് ഗോഡ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. എനിക്ക് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകും അടുത്ത ദിവസങ്ങളിൽ. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉള്ളിൽ അങ്ങനെ ഭയങ്കര ആഗ്രഹമുള്ളവർ, ആത്മാവിലെ ആരാധന എന്താണ്? കർത്താവെ, ഇത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് കിട്ടേണ്ടതിനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകട്ടെ, ഗ്രഹിക്കട്ടെ. അതിനനുസരിച്ച് കൂട്ടങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭകളിൽ, ഡിനോമിനേഷനുകളിൽ ആരാധന നടക്കുന്ന എല്ലാ ഇടങ്ങളിലും ഒരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മൈഗ്രെയിൻ ഹെഡേക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ലിവറിൻ്റെ പ്രോബ്ലംസ്, കരൾ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോയിൻറ്റുകളിലുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ദൈവികമായ ആശ്വാസം ഉണ്ടാകട്ടെ. സാമ്പത്തിക കെടുതികൾ മാറിപ്പോട്ടെ. വിവാഹം നടക്കേണ്ട ആൺകുട്ടികൾക്കായി, പെൺകുട്ടികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണമേ, ദൈവം അത്ഭുതം ചെയ്യണമേ. ഹോർമോണൽ പ്രോബ്ലംസ് ഉള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കുന്ന. ഹെർണിയ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശരീരത്തിൻ്റെ ത്വക്കിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. ആമേൻ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ അല്പം കൂടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ പോവുക. കൂടെ ഉണ്ടായിരിക്കണം, മുടങ്ങരുത്. എല്ലാവർക്കും എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.